ഹായ് ഗെയ്സ്, എല്ലാവർക്കും ഹാഫിസ് ഹെയർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്ന ഐറ്റം മിൽക്ക് അവിൽ ഫ്രൂട്ട് സലാഡാണ്. ഇതിനായി ഞങ്ങൾ എടുത്ത ഫ്രൂട്ട്സ് മാതളം, ആപ്പിൾ, മുന്തിരി, കപ്പപ്പഴം എന്നിവയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായത് അവിൽ, ബൂസ്റ്റ്, കപ്പലണ്ടി, പഞ്ചസാര, നെയ്യ് എന്നിവയാണ്. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റൗ വെക്കേണ്ടത്. ഇതുപോലെ ഫ്രൂട്ട്സ് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ചൂടായ പാനിലേക്ക് 1 ഗ്ലാസ് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ടതിന് ശേഷം അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവിൽ നല്ല ക്രിസ്പി ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് അവിൽ ക്രിസ്പി ആയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അവിൽ ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിനെ മാറ്റി വയ്ക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കാം. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും വളരെയധികം ടേസ്റ്റിയുമാണ്. ജ്യൂസി കണ്ടന്റ് കൂടുതലില്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇത് തയ്യാറാക്കാൻ എടുക്കാവുന്നതാണ്. ഓറഞ്ച്, മൊസമ്പി, തണ്ണിമത്തൻ അല്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അടുത്തായി ഇതിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. ബൂസ്റ്റ് ഉണ്ടാക്കുന്ന സലാഡിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. ഞങ്ങൾ ഇതിലേക്ക് 3 കപ്പപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം ഒഴികെ മറ്റ് ഏത് പഴം വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. നല്ല പഴുത്ത പഴമായിരിക്കണം. അതിനെ 1 സ്പൂൺ കൊണ്ട് നന്നായി ഉടച്ചു കൊടുക്കുക. ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. ഉടച്ചു വെച്ച പഴത്തിനെ മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് മാറ്റി കൊടുക്കുന്നു. നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഈ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നു. ബൗളിലിട്ട് എല്ലാം കൂടി ഇളക്കാൻ പാടായത് കൊണ്ടാണ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. ഇതിലേക്ക് 1 കവർ പാലാണ് എടുത്തിരിക്കുന്നത്. പാല് ചേർത്ത് കൊടുക്കുന്നു. പാൽ ഒഴിച്ചതിന് ശേഷം ക്രിസ്പിയാക്കി വെച്ചിരിക്കുന്ന അവിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു. പഞ്ചസാര കുറച്ച് നേരത്തെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബൂസ്റ്റ്, പഞ്ചസാര, പാല്, ഫ്രൂട്ട്സ് എന്നിവയെല്ലാം കൂടി മിക്സ് ആകുന്നതിന് വേണ്ടി നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നും. അപ്പോൾ തീർച്ചയായും അവർ കുടിക്കും. എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങളിതിനെ ഒരു ബൗളിലേക്ക് മാറ്റുന്നു. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ജെറിയും കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്. കുട്ടികൾക്ക് കഴിക്കാനും ഏറെ ഇഷ്ടപ്പെടും. അങ്ങനെ ഞങ്ങളുടെ മിൽക്ക് അവിൽ ഫ്രൂട്ട് സലാഡ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾക്ക് തന്നെ ആദ്യം കൊടുക്കാം. പാത്തുക്കുട്ടിയും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. അവൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു.
വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവർക്കും ബൈ ബൈ.